പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പ്രത്യേകമായിട്ടൊരു വീഡിയോ ആണ് ഇതിടുന്നത്. ഇത് തിരുവചനത്തിൻ്റെ വീഡിയോ തന്നെയാണെങ്കിലും യേശുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ മാടവന എന്ന ദേവാലയത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ, അത് 3 ലക്ഷം 2 ലക്ഷം ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കേട്ടവരും ഇത് കാണാൻ വേണ്ടി ഒഴുകിയെത്തിയെന്ന് പറയുന്നത്, ജനങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത്. ഒഴുകിയെത്തിയവരും വായും പൊളിച്ച് കണ്ടേച്ച് ചുമ്മാ ഈ വട്ടം കറങ്ങി അങ്ങ് പോയി. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? സഭയോട് ദൈവം എന്താണ് പറയുന്നത്? ലോകത്തോട് എന്താണ് ദൈവം അർത്ഥമാക്കുന്നതെന്ന് ഗ്രഹിക്കാൻ ഇവിടുത്തെ സഭയ്ക്കോ ആ അച്ഛനോ ഈ കണ്ട ജനങ്ങൾക്കോ ഈ പെൺകൊച്ചിനോ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ദൈവം സന്ദേശം കൊടുത്താൽ, ദൈവം ഒരു അത്ഭുതം നടത്തിയാൽ, ഒരു ഇടപെടൽ നടത്തിയാൽ അതിൻ്റെ ആ കാലഘട്ടത്തെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. പ്രിയ സഹോദരനെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ആ ദേവാലയം ഒരു അഭയസങ്കേതമായിട്ട് മാറും. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും മുല്ലപ്പെരിയാറിൻ്റെ പൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ദേവാലയത്തിൽ തുടർന്ന് ഇതുപോലെ വലിയ ദിവ്യകാരുണ്യ ആരാധനകൾ, വലിയ കുംഭസാരങ്ങൾ, വലിയ വചനപ്രഘോഷണ ക്ലാസുകൾ, വലിയ ആരാധനകൾ, അങ്ങനെ കർത്താവിൻ്റെ മഹത്വവുമായിട്ട് ബന്ധപ്പെട്ട്, കർത്താവിൻ്റെ പ്രാർത്ഥന ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ശുശ്രൂഷകൾ ആ ഇടവകയിൽ നടക്കണം. നടന്നില്ലെങ്കിൽ എന്തു സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ് ഈ അത്ഭുതം അടയാളം? ഞാൻ ചോദിക്കട്ടെ, കത്തോലിക്ക സഭയോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എറണാകുളത്തോട് ചോദിക്കുകയാണ്, ഈ കണ്ട ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന അത്ഭുതമാണോ? കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ലോകത്തിൻ്റെ ചരിത്രത്തെ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അത്ഭുതങ്ങൾ, ദിവ്യകാരുണ്യം, മാംസമായി മാറുന്നു, രക്തമായിട്ട് മാറുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണ് ഗുണമുണ്ടായത്? ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലം, വിളക്കന്നൂർ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ദിവ്യകാരുണ്യ തിരുവോസ്തിയിൽ യേശുവിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താണ് ഗുണമുണ്ടായത്? അത് മെത്രാൻ വന്ന് തലശ്ശേരിയിലേക്ക് എടുത്തുകൊണ്ട് പോയി അന്നേരം പരീക്ഷണശാലയിലേക്കാണ് ഇത് രക്തമാണോ എന്നറിയാൻ DNA തന്മാത്ര പരിശോധന നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയുടെ അവിശ്വാസം ആദ്യമായിട്ട് എടുത്തു മാറ്റാൻ വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സഭയോട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ സംഭവം കർത്താവ് അർത്ഥമാക്കുന്ന ഇതാണ്: തിരുവോസ്തി രക്തമോ മാംസമോ ആയി മാറിയെങ്കിൽ അതിൻ്റെ സത്യമായ അർത്ഥം കർത്താവ് ഇന്ന് നമ്മുടെ ഇടയിൽ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ്, ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ തിരുശരീരത്തെ ഇന്നും ക്രൂശിക്കുന്നു. അന്ന് യഹൂദന്മാർ കാൽവരി വെച്ച് ക്രൂശിച്ച് ആ തിരുശരീരത്തിന് മേശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നുണ്ട്, അവിടുത്തെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ അവർ വലിച്ചു പറിച്ചെടുത്തിരുന്നു. അടിച്ചപ്പോൾ മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോയിരുന്നു. മാംസ കഷ്ണങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു. മേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ വചനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വചനം കാണിച്ചു തരാം. അപ്പോൾ അന്ന് ക്രൂശിച്ച അതേ ക്രൂശിക്കൽ, അതിനേക്കാൾ അന്നത്തെ ക്രൂശിക്കൽ ഒരു മാന്യത ഉണ്ടായിരുന്നു. കാരണം അവർക്ക് യേശുവാണ് ദൈവം എന്ന് അറിയത്തില്ലാതെ, അല്ലെങ്കിൽ അവൻ കള്ളത്തരമാണ് പറയുന്നത് ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ സദുക്കായരും അവിടുത്തെ പുരോഹിതരും അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ് അവർ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് എൻ്റെ മഹത്വം, അവരാണ് ഇതിൻ്റെ എല്ലാം നേതാവ്, അവരാണ് ഇതിൻ്റെ കൂടെ വരുന്നത് വരുത്തി തീർത്തുകൊണ്ട് അന്നത്തെ സദുക്കാരും അതുപോലെ പ്രീശന്മാരും അന്നത്തെ യഹൂദ മത റബ്ബി പുരോഹിതന്മാരെല്ലാം അവരാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. അതേപോലെ തന്നെയാണ് ഇന്ന് സഭ. നമ്മുടെ സഭയിലും നമ്മുടെ ഇടവകയിലും നമ്മൾ ഈ കാണുന്ന അത്ഭുതങ്ങളെല്ലാം കർത്താവിൻ്റെ അർത്ഥമാക്കുന്ന ഉദ്ദേശം എന്താണ്? ഇന്നും എന്നെ ക്രൂശിക്കുകയാണെന്നാണ്. ആ ക്രൂശിയുടെ വേദന, കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ വേദനയാണ് ഈ കാണുന്ന അത്ഭുതം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണ പ്രക്രിയ ഇവിടെ ആരംഭിക്കണം, ഈ ദേവാലയത്തിൽ ആരംഭിക്കണം. ഈ മാടവന ഇടവക എന്ന് പറയുന്നത്, അവിടെ നമുക്കറിയാം ഒരു പുതിയ അച്ഛൻ വന്നപ്പോഴാണ് ഇവിടെ സംഭവം നടക്കുന്നത് വരുന്നു. എന്തുകൊണ്ടാണത്? ആ അച്ഛനിൽ അല്പം വിശുദ്ധിയുണ്ട്. ആ അച്ഛൻ അല്പം മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കുന്ന ആളാണ്. ആ അച്ഛൻ അല്പം ഉപവാസവും പ്രാർത്ഥനയുള്ള ആളാണ്. ആ അച്ഛൻ അല്പം ദൈവിക ധ്യാനമുള്ള അച്ഛനാണ്. ആ അച്ഛൻ അല്പം വിശ്വാസത്തിനും വിശുദ്ധിക്കും ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി സമയം കണ്ടെത്തുന്ന അച്ഛനാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഭൗതിക തത്വങ്ങളോട് അവിടെ ആ പള്ളിയോട് ചേർന്ന് വലിയൊരു ചാപ്പലുണ്ടാക്കാൻ പിരിവെടുക്കുന്ന അച്ഛനല്ലത്. അതിൻ്റെ തെളിവാണത്. അപ്പോൾ ആ പെൺകുഞ്ഞ് എന്തുകൊണ്ട്, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അച്ഛൻ ഇത് കൊടുക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലോ അച്ഛൻ്റെ തിരുവോസ്തിയിലോ അച്ഛൻ്റെ കയ്യിലോ കൂതാശിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പീലാസയിലോ അല്ല അത്ഭുതം നടന്നത്. അച്ഛൻ വാഴ്ത്തിയ ഓസ്തിയിലാണ് നടന്നുള്ളത്. ശരി തന്നെയാണ്, അത് അച്ഛനൊരു അവിടെ ജ്ഞാനോ വിവേകവും വിശുദ്ധിയുണ്ട്. പക്ഷേ ഈ കൊച്ചിനെ കൊടുത്തപ്പോഴാണ് ഈ അത്ഭുതം നടക്കുന്നത്. എന്തുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ സംഭവിച്ചില്ല? എന്തുകൊണ്ടാണ് അച്ഛൻ്റെ കയ്യിൽ സംഭവിക്കാതെ പീലാസിൽ സംഭവിക്കാതെ? അത് സംഭവിച്ചാൽ
അത് സംഭവിക്കാൻ മാത്രം അത്ര ആത്മീയവിശുദ്ധിയിലേക്ക് അച്ഛൻ വളർന്നിട്ടില്ല. അതിൻ്റെ പാതയിലാണ് അച്ഛനുള്ളത്. അപ്പോൾ ഈ പെൺകുഞ്ഞ് അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ ഒരു വിശുദ്ധിയുള്ള കുഞ്ഞാണെന്ന് പറയാം. ആഗ്നസ് എന്ന് പറയുന്ന കൊച്ച് കുറച്ച് വിശുദ്ധിയുള്ള കൊച്ചാണ്. അതിൻ്റെ ഹൃദയത്തിൽ പല സംശയങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം ആരാധിക്കുന്ന ഒരു കുഞ്ഞാണ്. പരിശുദ്ധി കൊണ്ട് നിറഞ്ഞൊരു കുഞ്ഞാണ്. അവരുടെ കുടുംബം പ്രാർത്ഥനയിലാണ്, പലപ്പോഴായിട്ടും പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവരടിസ്ഥാനപരമായിട്ടൊരു കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ ആ കുഞ്ഞിൽ വിശുദ്ധി ഉള്ളത് കൊണ്ട് കർത്താവ് ആ കുഞ്ഞിനോട് പറയേണ്ടി, എൻ്റെ മകളെ, ഇതാ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നെ ക്രൂശിക്കുന്നതിൻ്റെ വേദന രക്തത്തോടു കൂടി ഞാൻ വരികയാണ്, നീയെങ്കിലും എന്നെ മനസ്സിലാക്ക്. ആ കൊച്ചിനോട് പറയാണ്. ഒരു പ്രാവശ്യം കൊച്ച് ഇത് കണ്ടിട്ട് കൊച്ചിനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനോ ഇവൾക്ക് എന്തോ ഒരു സംഭവം നടന്നവരെ കൊച്ചു ഞെട്ടിയിട്ടുണ്ടാവും. 2ാം പ്രാവശ്യം നടന്നപ്പോഴും കൊച്ചത് രഹസ്യമായിട്ട് വെക്കാനോ അല്ലെങ്കിൽ പരസ്യമാക്കാൻ ആഗ്രഹിച്ചില്ല. 3ാം പ്രാവശ്യം സംഭവിക്കുമ്പോഴാണ് കുഞ്ഞിത് കുറച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദേശം ഇതാണ്: എന്നെ ക്രൂശിക്കുന്നത് തുടരുന്നു, കാൽവരിയിലെ സംഭവം ഇപ്പോഴും എന്നെ ക്രൂശിക്കുന്നു, എൻ്റെ മാംസകഷ്ണമാണ് ഇപ്പോൾ സഭ പറിച്ചെടുക്കുന്നത്. സഭയിൽ നടക്കുന്ന അനീതി, സഭയിൽ നടക്കുന്ന തിന്മ, സഭയിൽ നടക്കുന്ന ഫ്രീമേസന്മാരുടെ സംവിധാനങ്ങൾ, സഭയിൽ നടക്കുന്ന കൂട്ടത്തല്ല്, സഭയിൽ നടക്കുന്ന അശുദ്ധി, ആ അശുദ്ധി കണ്ട് കർത്താവ് ഹൃദയം പൊട്ടി ഹൃദയപൂർവ്വം, അതാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ അത് രൂപം മാറി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കർത്താവിൻ്റെ സ്നേഹമില്ല, മാനുഷ്യ സ്നേഹമാണ്, കാപട്യം നിറഞ്ഞ സ്നേഹമാണ്, കപട്ടം നിറഞ്ഞ സ്നേഹമാണ്, അശുദ്ധിയുടെ സ്നേഹമാണ്, അക്രമത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറ പോലുള്ളൊരു സഭയായി ലോകം മാറി എന്നുള്ളൊരു തെളിവാണ്. ഹൃദയപൂർവ്വം കർത്താവ് കഠിന വേദനയാൽ ആ കുഞ്ഞിൻ്റെ നാവിൽ രക്തമായിട്ട് മാംസമായിട്ട് മാറിക്കൊണ്ട് പറയാണ്, ഈ ക്രൂശീകരണം സഭയിൽ നടക്കുകയാണ് പ്രിയ കുഞ്ഞെ, ഇതാ നിന്റെ ഹൃദയത്തിലേക്കെങ്കിലും ഞാൻ മാംസരൂപത്തിൽ എൻ്റെ യഥാർത്ഥ ശാരീരിക വേദനയോടുകൂടി നിൻ്റെ അടുത്തേക്ക് വരുവാണ്, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുക കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇത് വരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വരുന്നു, മാടവന ഇടവക നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഈ പറയുന്ന രീതിയിൽ അവിടെ സഭയുടെ ഒരുക്കവും ആ അച്ഛൻ്റെ പ്രാർത്ഥനയും അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസവും വിശുദ്ധിയും അവിടെ ഏകദിന പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട്, അവിടെ വലിയ പരിശുദ്ധന്മാരുടെ ആരാധന നടത്തിക്കൊണ്ട്, അവിടെ വലിയ കുംഭസാരത്തിൻ്റെ വിശദീകരണ പ്രക്രിയ നടത്തിക്കൊണ്ട്, അവിടെ വലിയ വചനപോഷണം നടത്തിക്കൊണ്ട് ആ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, മറിച്ച് ഒരു ആരാധനാലയമാക്കി മാറ്റിയാൽ അതൊരു സംരക്ഷണ കോട്ടയായിട്ട് തീർക്കും. ഇതാ 2ാം ലോക മഹായുദ്ധം 3ാം ലോക മഹായുദ്ധം ആസന്നമാണ്. ഇറാനിൽ അടിപൊട്ടിയാൽ അത് നമ്മുടെ കേരളത്തെ ലോകം മുഴുവനും ബാധിക്കും. പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാവും, ഭക്ഷണം നമ്മുടെ കമ്പ്യൂട്ടർ അപ്രത്യക്ഷമാവും. അപ്പോൾ അവിടെ വരുന്ന ആ മാടവന ഇടവകയെ കർത്താവ് ഒരു അഭയ സങ്കേതമായിട്ട്, അഭയ കോട്ടയായിട്ട് മാറ്റും. അവിടെ ആ കുഞ്ഞ് പറയുന്നൊരു സ്കൂളിൽ പോയപ്പോൾ ഈ ആഗ്നസ് പെൺകുട്ടിക്ക് വീണ്ടും അത്ഭുതങ്ങൾ സംഭവിച്ചെന്നും മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് രക്തക്കണ്ണുനീര് ഒഴുകി വരുന്ന ഈ കുഞ്ഞ് കണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അടയാളം? ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ കർത്താവ് ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ധമനികൾ പൊട്ടി രക്തം വിയർത്തൊഴുകിയെന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അത് തന്നെയാണ് മാതാവിൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ ഹൃദയം പൊട്ടി കണ്ണുനീര് ഒഴുകി, കണ്ണുനീരിന് പകരം ഹൃദയത്തിൽ വരുന്ന രക്തമാണ്. അമ്മ പറയുന്നത്, ഇതാ യുഗാന്ത്യത്തിലാണ് സഭയുള്ളത്. സഭയുടെ അശുദ്ധി, സഭയുടെ വിശ്വാസക്കുറവ്, സഭയുടെ തിന്മ ഇത് കണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇതാ എൻ്റെ മകൻ്റെ ഹൃദയം നിങ്ങൾക്ക് ഞാൻ പറിച്ചു തരുന്നു. ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി അനുസരിച്ച് നിങ്ങൾ വിശുദ്ധീകരിയ പ്രക്രിയ നടത്തണം. നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കണം. ഈ ലോകമല്ല നിങ്ങളെ നയിക്കേണ്ടത്. ആ സന്ദേശമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളിതൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സഭയ്ക്ക് വെളിവുണ്ടോ? ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ട തേനും പാലും മുഴുവൻ കാനാൻ ദേശമെന്ന് ഇസ്രായേൽ ജനത്തെ നോക്കി കർത്താവായ പിതാവായ ദൈവം പറഞ്ഞു. എന്താണ് തേന്? അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം തിരുവചനം. കൂദാശകളെയാണ് തേൻ എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൂദാശ എന്ന വാക്ക് വരുന്നത് സഭയിലാണ്. സഭയുണ്ടാകുന്നതിന് മുമ്പ് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച പഴയ നിയമ ഗ്രന്ഥങ്ങളെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്ന് പറയുമ്പോൾ തേനെന്ന് പറഞ്ഞാൽ അന്നത്തെ ആരാധനാ പ്രാർത്ഥനകൾ, അന്നത്തെ നേർച്ചപ്പെട്ട കാഴ്ചകൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന്